ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ നമ്മൾ ലൈവ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. റിവ്യൂ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കും കൂടി അറിയാം ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ. ഡോക്ടർ എഷേലിന്റെ ഗോൾഡൻ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പീൽ ഓഫ് മാസ്ക് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. എന്റെ ഫേസ് ഒക്കെ ഞാൻ വാഷ് ചെയ്ത് ജസ്റ്റ് പൊട്ട് തൊട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടേ ഉള്ളൂ. സോ നമുക്ക് ധൈര്യമായിട്ട് ഈ സാധനം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഇൻഫ്യൂസ്ഡ് വിത്ത് ലിക്വിഡൈസ് ആൻഡ് ലോട്ടസ്, സോഫ്റ്റ് ആൻഡ് സിൽക്കി സ്മൂത്ത് സ്കിന്നിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, 100% വീഗൻ ആണ്, സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 299 ആണ്. ഇത് എന്തോരമാണ് എന്നുള്ളത് എനിക്ക് എപ്പോഴും സംശയം. 120 ml ആണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്, ഈ ഒരു ട്യൂബ് വരുന്നത്. ഞാനിത് ഇവിടെ മെഡോസ് നിന്ന് അത് മേടിച്ചാന്ന് തോന്നുന്നു. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഒരു പീൽ ഓഫ് എങ്ങനെ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം ഈ സാധനം നമ്മൾ ഈവനായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് പീൽ ചെയ്തെടുക്കാം. എക്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ ഈ മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കണം. ദെൻ ഐബ്രോ ഉള്ളിടത്തൊന്നും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ആദ്യം നമുക്ക് നമ്മുടെ മുടീനെ നമുക്കൊന്ന് പുറകിലേക്ക് സൈഡാക്കാം. മുടി ഒന്ന് കെട്ടി വെച്ചേക്കാം. മുടി പോകണ്ടല്ലോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് കെട്ടിക്കൊടുക്കാം. ഞാൻ കമ്മലൊന്നും ഇട്ടിട്ട് വരാത്തത് സത്യം പറഞ്ഞാൽ ഞാൻ വെറുതെ നോത്തിട്ടാ. ദെൻ സാധനം നമ്മൾ ഇങ്ങനെ ആക്കുക. ഏതെങ്കിലും ഒരു ട്യൂബ് നമുക്ക് കുറച്ച് വരാൻ പാടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ എന്നിട്ട് നമ്മളിത് ഇങ്ങനെ എടുക്കാണ്ട. അയ്യപ്പ ഗോൾഡൻ കളർ എന്ന് വെച്ചാൽ പക്ക ഗോൾഡ് കളർ പോലെ തന്നെയാണ്. നമ്മൾ എന്ത് സാധനം എടുത്താലും ഞാൻ ആദ്യം കൊണ്ട് അപ്ലൈ ചെയ്യുന്നത് ഇവിടെ തന്നെ. സോ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ വേറെ കണ്ണാടി ഒന്നും എടുത്ത് വെച്ചിട്ടില്ല എന്നുള്ള നഗ്ന സത്യം ഞാനിപ്പോൾ മനസ്സിലാക്കുവാണ്. അതുകൊണ്ട് എനിക്ക് ക്യാമറ തന്നെ ശരണം. ഇവിടെയൊക്കെ ഹെഡ്സ് ഉണ്ട് എനിക്ക്, അതുകൊണ്ട് കുറച്ച് കാനത്തിനും കൊടുക്കാം. കുറച്ച് കട്ടിക്ക് കൊടുത്തില്ലെങ്കിൽ പറഞ്ഞു വരുമ്പോൾ നല്ല വേദന ആയിക്കോട്ടെ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പീൽ ഓഫ് മാസ്ക് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് പല ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനൊരു മെഴുക്ക് പ്രതിമ പോലെ ആയ മൊത്തം കാറ്റ. മൂക്കുത്തിയുടെ മണ്ടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഓർക്കും കേട്ടോ, മൂക്കുത്തി ഊരി വെച്ചാലോ. പക്ഷെ എനിക്ക് പേടി ഏതെങ്ങാനും അടഞ്ഞു പോയാലോ. പൊട്ടൂരിയില്ല. കേട്ടാ, അപ്പൊ ഭയങ്കര സ്മൂത്ത് ആയിട്ട് വന്നു. പക്ഷെ അത് വലിയൊരു ബബിളുണ്ട്. ഐബ്രോ ഒഴിവാക്കിക്കൊണ്ട് തേക്കണം. ഇച്ചിരി ആയെന്ന് തോന്നുന്നു. പറയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് പറയ്ക്കാം. കണ്ണിന്റെ അങ്ങോട്ട് ക്ലോസ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും ചെറുതായിട്ടൊരു കണ്ണ് നീറുന്നൊരു ഫീല് വരും കേട്ടോ. അത് നോർമലാണ്. നേരത്തെ എനിക്കുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഞാൻ നേരത്തെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഞെട്ടിക്കോ. എല്ലായിടത്തും ആയോ? ഇവിടെ ഇട്ടില്ല.
നമ്മൾ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ കുറേ നേരത്തേക്ക് മിണ്ടാതിരിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടും കേട്ടോ. കാരണം മിണ്ടിക്കൊണ്ടിരുന്നാൽ നമുക്ക് വ്രിങ്കിൾസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ മിണ്ടാതെയൊക്കെ ഇരുന്ന് കുറച്ച് നന്നായിട്ടൊക്കെ ഇരിക്കും. എല്ലായിടത്തും ആയോ? എന്താ ഇങ്ങനെ വെച്ചിട്ട് പോലും വരുന്നില്ല. ട്യൂബ് എല്ലാവരും ട്യൂബിൻ്റെ കാര്യത്തിൽ ചെയ്യാവുന്ന പിശുക്കത്തരം എല്ലാം കാണിക്കും. സോ തൽക്കാലം ഞാൻ കഴുത്ത് സ്കിപ്പ് ചെയ്യാണ്. ഞാൻ പിന്നെ ഇട്ടോളാം. പിന്നെ എൻ്റെ മുഖവും കഴുത്തും കൂടെ വെച്ച് നോക്കുമ്പോൾ കഴുത്തിന് കുറച്ച് കളർ കൂടുതലുണ്ട്, മുഖം കുറച്ച് കളറില്ല, പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ ഇത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് പീൽ ചെയ്യുക, എക്സസ് ഉള്ളത് വാഷ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിത് ഉണങ്ങിയതിന് ശേഷം വരാം. ഇത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, ഒത്തിരി സംസാരിക്കാൻ പറ്റില്ല, അതാണ് സംസാരിക്കുമ്പോൾ കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ വര വര വീഴും. സോ നമുക്കിത് പറിച്ചെടുക്കാം. ഇവിടെ കുറച്ചൊന്ന് വിട്ടിരിക്കുന്നുണ്ട്, അപ്പോൾ ഈസിക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വരുന്നില്ലല്ലോ. ഒരുപാട് അങ്ങനെ ഹെഡ്സ് വരില്ല, കാരണം കുറച്ചൊന്ന് സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, അത്യാവശ്യം ചെറിയ രീതിക്ക് ഹെഡ്സ് ഒക്കെ വരുള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് ഹെഡ്സ് എല്ലാം ഇങ്ങനെ പോരുന്നത് നമ്മുടെ ചാർക്കോൾ പീല് പോലെ അല്ല. ഇത് കുറച്ചും കൂടെ ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പീലാണ്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കൊരു ഭയങ്കര പെയിൻ അങ്ങനൊന്നുമില്ല, ഒരു നോർമൽ ഒരു ഇതേ ഉള്ളൂ കേട്ടോ. ചെറിയ ചെറിയ ഹെയർ ഒക്കെ പോരുന്നുണ്ട്. വാവ്, ഓ സൂപ്പർ. ആക്ച്വലി എനിക്ക് എപ്പോഴും ഞെട്ടാൻ ഭ്രാന്തില്ല, പക്ഷെ ഞാനിത് ലാസ്റ്റ് യൂസ് ചെയ്ത സമയത്ത് ഞാൻ ഭയങ്കര ഡള്ളായിരുന്നേ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഇവിടെ കുറച്ച് ഹെയർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് വേദന എടുക്കുന്നുണ്ട്. ഹെയർ ഉള്ള സ്ഥലത്ത് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ ഇതാണ്. ഓ മൈ ഗോഡ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു റിസൾട്ട് ഉണ്ട്. ഹെയർ ഉള്ള ഏരിയയിൽ നമുക്ക് കുറച്ച് വേദന ഉണ്ടാവും. പിന്നെ അവർ പറയുന്നുണ്ട് എക്സസ് ആയിട്ടുള്ള സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാമെന്ന്. സോ നിങ്ങൾക്ക് പറിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഈ നെറ്റി എടുക്കുമ്പോൾ ഉറപ്പായിട്ടും കണ്ണൊക്കെ നിറയും. ഞാനിവിടെ മറ്റേ ആവശ്യമായിട്ട് പറിച്ച്. ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, എൻ്റെ റിസൾട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. എങ്ങനെ വെള്ളം നിങ്ങൾക്ക് വാഷ് ചെയ്യുവോ പീൽ ചെയ്യുവോ എന്താന്ന് വെച്ചാൽ ചെയ്യാം, നിങ്ങളുടെ സൗകര്യമാണ്. നിങ്ങൾക്ക് അയ്യപ്പ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാനിത് മൊത്തത്തിൽ പറിക്കട്ടെ, കാരണം ഞാൻ ഇത് വീഡിയോ എടുത്തുകൊണ്ട് പറിച്ചുകൊണ്ടിരുന്നാൽ കുറേ ടൈം എടുക്കും. തന്നെയല്ല വരാനും കുറച്ചൊരു മൂക്കുന്നൊക്കെ വെള്ളം വരുന്നു വേദന എടുത്തിട്ട്. ഹായ് ഗൈസ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കേട്ടോ. കാരണം കഴിഞ്ഞ തവണ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും ഒരു ഭയങ്കര റിസൾട്ട് കിട്ടിയില്ല, കാരണം അറിയാൻ പറ്റിയില്ല ഇത്രയും ഭയങ്കര റിസൾട്ട് വന്നെന്ന്. പക്ഷെ ഇത്തവണ അങ്ങനല്ല, നമുക്ക് ഒന്നും പറയാനില്ല, അതുപോലെ റിസൾട്ട് ഉണ്ടേ. കണ്ട, എല്ലാം കൊണ്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ വാഷ് ചെയ്ത് കളയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പീൽ ചെയ്ത് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം വാഷ് ചെയ്യുമ്പോൾ എന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ മെഴുകു പോലെ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചൂടുവെള്ളത്തിൽ ഞാൻ വാഷ് ചെയ്ത് നോക്കി, ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുന്നതും അത്ര ഈസി ഒന്നും അല്ല. സോ പീൽ ചെയ്ത് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെയർ ഒന്ന് റിമൂവ് ചെയ്തിട്ട്, ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അത്ര പെയിൻഫുൾ ഒന്നും ആയിരിക്കില്ല. സോ ഇതിപ്പോൾ എൻ്റെ ഒരു അടങ്ങി നിൽക്കാതെ നിൽക്കുക, ക്യാമറ ഇടയ്ക്കിടയ്ക്ക് വെട്ടും. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ റിസൾട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്ലോ ആയി.
പിന്നെ രണ്ടാമത് ഹെഡ്സ് റിമൂവ് ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ കണ്ടമാനം ഹെഡ്സ് ഒന്നും റിമൂവ് ചെയ്യുന്നില്ല. ഒരു 40% ഹെഡ്സ് റിമൂവ് ചെയ്യുന്നുള്ളൂ. ബ്ലാക്ക് ഹെഡ്സ് ഒട്ടും റിമൂവ് ചെയ്തില്ല. വൈറ്റ് ഹെഡ്സ് ആണെന്നുണ്ടെങ്കിലും ഒന്ന് നല്ലവണ്ണം നിങ്ങൾക്ക് ഹെഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 40% ഒക്കെ 40-45% വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് ഗ്ലോ ആക്കുന്നുണ്ട് നമ്മുടെ ഫേസിനെ. ടാനൊക്കെയാണ് പിഗ്മെന്റഡ് ആണെന്നുണ്ടെങ്കിലും ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ വരും. നമ്മൾ എന്തോ ഒരു ഭയങ്കര ഫേഷ്യൽ ചെയ്ത പോലത്തെ ഒരു എഫക്ട് നമ്മുടെ ഫേസിൽ വരും. അത് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുക. എപ്പോൾ എൻ്റെ കഴുത്തും ഇതൂടെ കണ്ടാൽ രണ്ടും ഒരേ കളറായിരുന്നു. അതിനെ മുന്നേ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. എൻ്റെ ഫേസ് നിങ്ങൾ എന്തായാലും കണ്ടുകൊണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ ഒരു ഇങ്ങനെ വെട്ടുന്നത്. ഓക്കെ, പിന്നെ ഒരു ചേഞ്ച് എനിക്ക് പറയാൻ തോന്നിച്ചാൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നില്ല. കുറച്ച് ഫേഷ്യൽ ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡാണ്. പക്ഷെ നമ്മൾ വലിച്ചാലും ഹെയർ പോരാനുള്ള ഒരു ഭയങ്കര കട്ടിയില്ല ഇതിന്, ചാർക്കോൾ പോലെ. ഒരു നോർമൽ ഒരു ഗോൾഡൻ പീലോ ഒക്കെ ആണ് കേട്ടോ ഇത്. അത്ര ഈ ഒരു പ്രൈസിന് ആക്ച്വലി ഇത് വേർത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം മേടിച്ചു വെച്ചാൽ അതിന്റെ തലേദിവസം അല്ലെങ്കിൽ പോകുന്നതിന്റെ രാവിലെയൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. വേറെ ഫേസിന് യാതൊരു പ്രോബ്ലം അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഭയങ്കര സ്മൂത്ത് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ വേറെ വീഡിയോ ആയിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.